ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തിക്കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ സുനന്ദയുടെ കഴുത്തിൽ സുഭാഷ് ഏട്ടൻ താലി കെട്ടാൻ വേണ്ടി നിൽക്കുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ സുനന്ദയുടെ അച്ഛനും അമ്മയൊക്കെ സുഭാഷ് ഏട്ടൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞിരുന്നു കേട്ടോ. അവർ പിന്നാമ്പുറത്തിലൂടെ വീട്ടിലെത്തിയിട്ട് ഇവർ താലി കെട്ടുന്നതൊക്കെ ആ സമയം വെച്ച് കണ്ടു കേട്ടോ. താലി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, താലി കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവർ വന്നത്. അങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ കയ്യിൽ അവർ താലി കാണുമ്പോൾ ലളിതയ്ക്ക് മനസ്സിലാവും കാര്യം എന്താണെന്നുള്ളത്. കണ്ടില്ല താനേട്ടാ, ഒരു 5 മിനിറ്റ് നമ്മൾ വൈകിയെങ്കിൽ നമ്മളെ മോളെ ഇവൻ കല്യാണം കഴിച്ചേനെ. കണ്ടില്ല അവൻ കെട്ടാൻ മുട്ടി നിൽക്കുന്നത്, അവൻ്റെ കയ്യിൽ താലി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കിടന്നിട്ട് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. വിവാഹത്തലേന്ന് ഞങ്ങളെ മോളെ തട്ടിക്കൊണ്ട് വന്ന് കല്യാണം കഴിക്കാനാണല്ലോ നിങ്ങളെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് അവരോടൊന്ന് ചൂടാവുന്നുണ്ട്. ഇത് കേട്ടിട്ട് അവർക്ക് എല്ലാവർക്കും ദേഷ്യം വരികയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുവരാൻ വന്നിട്ടില്ല, സുനന്ദയായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്, സുഭാഷേട്ടനെ കല്യാണം കഴിക്കുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ നിശ്ചയിച്ച് വെച്ച കല്യാണം അവൾക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സുനന്ദയും പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് സുഭാഷേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി, നിങ്ങളെ നിശ്ചയിച്ച ആ കല്യാണത്തിന് ഞാൻ നിന്ന് തരില്ല, എനിക്ക് സുഭാഷേട്ടനെയാണ് ഇഷ്ടം, എനിക്ക് നാളെ കല്യാണം കഴിക്കേണ്ട, നിങ്ങൾ ഉറപ്പിച്ച ആ കല്യാണം എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയൊക്കെ അവളെ അടിക്കാനൊക്കെ പുറപ്പെടുന്നുണ്ട്. സുഭാഷേട്ടനും എല്ലാവരും പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ ബഹളം വെക്കാതെ ഇവിടുന്ന് പോയിക്കോളൂ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന്. അപ്പോൾ അവർ പോലീസുകാരെ വിളിക്കുന്നു പറയുമ്പോഴോ ഇവർ പറയുന്നത്, പോലീസുകാരെ വിളിച്ചാലും നിങ്ങൾക്കൊന്നും നടക്കാൻ പോകുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും സുനന്ദ ഇതേ കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്, അപ്പം ശരിക്കും അകത്താവാൻ പോകുന്നത് നിങ്ങളാണ്, അവൾക്കിപ്പോൾ അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്, അപ്പം നിങ്ങൾ അവളെ നിർബന്ധിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെയായിരിക്കും കേസ് വരിക എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ലളിതയ്ക്ക് പേടിയാവട്ടെ. അപ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇറക്കിയിട്ട് അവരുടെ മനസ്സ് മാറ്റാമെന്ന് വിചാരിക്കും. അങ്ങനെ കുറച്ച് നല്ല രീതിയിലൊക്കെ സുനന്ദയോട് പറയും, സുനന്ദ നിനക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട്, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, നാളെ നിൻ്റെ വിവാഹം നടക്കേണ്ട ദിവസമല്ലേ, അച്ഛൻ്റെ കമ്പനിയിലെ സൂപ്പർവൈസറായിട്ടല്ലേ നിൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്, അങ്ങനെ നാളെ ആ കല്യാണം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പണി തന്നെ പോവില്ലേ, നീ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സുനന്ദ വരില്ല, എനിക്ക് ആ കല്യാണം വേണ്ട, എനിക്ക് അയാളെ ഇഷ്ടമല്ല, എനിക്ക് സുഭാഷ് ഏട്ടനെയാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭാസ്കരനച്ഛനൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊട്ടി ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട കുടുംബമാണ് എൻ്റെ കുടുംബം എന്നല്ലേ നീ പറഞ്ഞിരുന്നത്, ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് ഞങ്ങളെന്നല്ലേ നീ പറഞ്ഞിരുന്നതെന്നൊക്കെ ധനശേഖരനോട് പറയുന്നുണ്ട്. എന്നിട്ട് ആ കുടുംബത്തിലേക്ക് നിൻ്റെ മോൾക്ക് വരാൻ കണ്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ സുനന്ദ ഒരു രക്ഷയ്ക്കും അങ്ങോട്ട് പോവില്ല, എനിക്ക് സുഭാഷ് ഏട്ടനെ മാത്രം മതി, ഞാൻ സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കുന്നുണ്ട്. ലളിതയും ധനശേഖരനും പരമാവധി നോക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയെങ്കിലും സുനന്ദയുടെ മനസ്സ് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഇവർ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്നവരാണ്. അങ്ങനെ ഒരാളുടെ കൂടെയാണ് മോളെ നീ ജീവിക്കുന്നത്. അച്ഛനും അമ്മയും ഒരിക്കലും നിന്നെ തെറ്റു പറയില്ല, അവർ നിനക്ക് നല്ലതേ കണ്ടെത്തി തരൂ, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും, ഞങ്ങൾ ചെയ്തതാണ് ശരി എന്നൊക്കെ മനസ്സിലാവും, ഇപ്പം നിനക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സുനന്ദയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ലളിതയും ധനശേഖരനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സുനന്ദ വരില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ധനശേഖരനാണെങ്കിലും ലളിതയാണെങ്കിലും എന്ത് പറഞ്ഞ് തീരുമാനിക്കാനാണ്, ഈ വൃത്തികെട്ടവന് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണോ, ഒരിക്കലും ഇല്ല, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല, അവൾക്ക് ഓരോന്ന് വെറുതെ തോന്നുന്നതാണ്, അതിന് ഞങ്ങൾ ഇങ്ങനെ നിന്ന് കൊടുക്കില്ല, അവൾക്ക് നല്ലൊരു ബന്ധവുമായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചതാണ്, നാളെ അവൾ മണ്ഡപത്തിൽ കയറേണ്ട പെണ്ണാണ്, ഇന്ന് അവൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലേ, ഇതൊന്നും ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിച്ച പിടിയാലെ ദേഷ്യം വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സുഭാഷ് ഏട്ടനാണെങ്കിൽ ഭയങ്കര നിസ്സഹായ അവസ്ഥയിലാണ്. പക്ഷേ ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. എന്നാൽ സുനന്ദയെ അവരുടെ അച്ഛനും അമ്മയും അടിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പിടിച്ചു വെക്കുന്നുണ്ട്, അടിക്കല്ല അമ്മായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നിട്ടും ഇവർക്ക് കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാവുന്നില്ല. സുനന്ദയെ കൊണ്ടേ ഇവിടുന്ന് പോകുമെന്ന് ഇവർ വാശി പിടിച്ച് നിൽക്കുകയാണ്, നാളെ ആ കല്യാണം നടത്തിയിട്ട് ബാക്കി കാര്യം എന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. അവസാനം സുഭാഷ് ഏട്ടനെ എങ്ങനെയെങ്കിലും സെൻറ്റിമെൻറ്റ്സിലൂടെ വീഴ്ത്താന്നുള്ള ബുദ്ധിയാണ് പിന്നെ ധനശേഖരൻ തീരുമാനിച്ചത്. സുഭാഷ് ഏട്ടനോട് പേഴ്സണലായിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനു മുൻപ് സുഭാഷ് ഏട്ടനെ തല്ലാനൊക്കെ ഓങ്ങിയിട്ടുണ്ടായിരുന്നു, സുധീഷാണ് അത് പിടിച്ചു വെച്ചത്, എൻ്റെ ഏട്ടനെ ഇവിടെ വെച്ച് തല്ലാൻ പറ്റില്ല, സുനന്ദയായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇവിടെ ആരും അവളെ കൂട്ടിക്കൊണ്ട് വന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ധനശേഖരൻ സുഭാഷ് ഏട്ടനോട് പേഴ്സണലായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, സുധീഷാണെങ്കിലും ഹരീഷാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്, പോണ്ട സുഭാഷ് ഏട്ടൻ, നിങ്ങളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ്, പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിധിയാണ് പറഞ്ഞത് പോയിക്കോട്ടെ അവർ സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ കതവൊക്കെ അടച്ച് ധനശേഖരനും അതുപോലെ തന്നെ സുഭാഷ് ഏട്ടനും സംസാരിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി. വന്ന പാടെ സുഭാഷ് ഏട്ടൻ്റെ കാലിൽ ധനശേഖരൻ വീഴുകയാണ് ചെയ്തത്. അപ്പം മാമ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓളെ വളർത്തിയത്, ഞാൻ ഇവിടെ നാട്ടിലധികം നിന്നിട്ടില്ല, ലീവിന് എപ്പോഴെങ്കിലും 5 വർഷം കൂടുമ്പോഴൊക്കെ 20 ദിവസത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ,
അത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ഉണ്ടാക്കി കൂട്ടിയതൊക്കെ അവൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അപ്പം നീ അവളോട് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് പറയണം, നല്ല മോനല്ലേ അതാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ധനശേഖരൻ ഭയങ്കരമായിട്ട് സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് റൂമിലേക്ക് ലളിതയും കടന്നു വരുന്നത്. ലളിതയും വന്നിട്ട് സുഭാഷേട്ടൻ്റെ കാല് പിടിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കാല് പിടിച്ചിട്ട് സുഭാഷേട്ടൻ്റെ മനസ്സ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മാറ്റുകയാണ്. അവളുടെ കല്യാണം നാളെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ പണി പോകും, അതായത് അച്ഛൻ്റെ പണി പോകും, പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ഗൾഫിലേക്ക് പിന്നെ പോകാൻ പറ്റില്ല, അത് ഞങ്ങളുടെ നാണക്കേടിനെ മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. ഇപ്പം നീ അവളെ കല്യാണം കഴിച്ചാൽ നാളെ ഞങ്ങളെ ട്രെയിനിൻ്റെ അടിയിൽ എങ്ങനെ നോക്കിയാൽ മതി, ബോഡി തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഞങ്ങൾ പോയിട്ടുണ്ടായിരിക്കും, പെറുക്കാൻ വേണ്ടി നീ ഒരു ചാക്ക് ഇട്ട് വന്നാൽ മതി എന്നൊക്കെയാണ് ലളിതയും ധനശേഖരനും കൂടി പറയുന്നത്. പിന്നെ ഒരിക്കലും ഇതൊന്നും നടക്കില്ല, ഞങ്ങൾക്ക് പെൺമക്കൾ മാത്രമായതുകൊണ്ട് എന്ത് ചെയ്യണം, നീ ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യണം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയിട്ടോ. അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ എന്താല്ലേ അവരോട് തിരിച്ചു പറയുക. അച്ഛനാണെങ്കിലും ഇത് തന്നെ പറയുന്നത്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി മരിക്കും എന്നാണ് പറയുന്നത്, നിനക്ക് ഹണിമൂണ് സന്തോഷമായിട്ട് കഴിയല്ലേ വേണ്ടത്, അത് ഞങ്ങൾ മരിച്ചിട്ട് നീ ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ ഇവരെല്ലാവരും വെയിറ്റിങ്ങിലാണ്, ഇത്രമാത്രം എന്താ ഇവർക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പാവം നമ്മളെ സുഭാഷ് ചേട്ടൻ ഒന്നും പറയാൻ കഴിയാതെ അങ്ങനെ നിൽക്കുക കേട്ടോ. ലളിതയാണെങ്കിലും ധനശേഖരനാണെങ്കിലും മോനെ അവളൊരു ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്തോ ഒന്ന് തോന്നി, അപ്പോൾ നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നു എന്നുള്ളൂ, അപ്പോൾ നീയാണ് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കേണ്ട ആൾ നീയാണ്. വിവാഹത്തിൻ്റെ തലേന്ന് പെങ്ങൾ ഒളിച്ചോടി കഴിഞ്ഞാലുള്ള സങ്കടം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ മനസ്സിലാക്ക്. പിന്നെ അത് മാത്രമല്ല, അവൾ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാ, കുറച്ച് മുന്നേ ആണെങ്കിൽ പോട്ടെ, കല്യാണം നടത്താമെന്ന് നമുക്ക് വിചാരിക്കായിരുന്നു, പക്ഷെ വിവാഹത്തിൻ്റെ തലേന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അതൊന്നും ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ ഇതിൽ നിന്ന് പിന്മാറണം, അവളെ ഞങ്ങളെ കൂടെ പറഞ്ഞയക്കണോ, നിന്റെ കാല് പിടിക്കാം, അല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ 2 ശവമായിരിക്കും നീ കാണാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി വെക്കുന്നുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ ഇവരെ കാണാനിട്ട് സുധീഷ് വന്ന് കതവിന് മുട്ടുന്നുണ്ട്. എന്താ ഇത്രമാത്രം പറയാൻ, സുഭാഷ് ഏട്ടാ വാതിൽ തുറക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്മാറണം പിന്മാറണം തന്നെയാണ് ലളിതയും ധനശേഖരനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സുഭാഷ് ഏട്ടനാണെങ്കിൽ സുധീഷിൻ്റെ വിളി കേട്ടിട്ട് കതവ് തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവിടെ മുകളിൽ താലി വെച്ചിരുന്നു, റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലളിതയാണെങ്കിലും ധനശേഖരനാണെങ്കിലും അത് കാണുമ്പോൾ വിചാരിക്കും താലി കെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെന്ന്. അങ്ങനെ താലിയുമായിട്ട് സുഭാഷ് ഏട്ടൻ സുനന്ദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ, താലി കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഹരീഷ് ആണെങ്കിലും സുധീഷ് ആണെങ്കിലും നികേഷ് ആണെങ്കിലും നിധിയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കെട്ട് താലി എന്നൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരനച്ഛനും പറയുന്നുണ്ട്. അങ്ങനെ കെട്ടാൻ പോകാൻ വേണ്ടിയിട്ട് കഴുത്തൊക്കെ നീട്ടി സുനന്ദയും സന്തോഷിച്ച് നിൽക്കാവും. ഇത് കാണുമ്പോൾ നമ്മളെ ധനശേഖരനും ലളിതയൊക്കെ പേടിക്കും, കാരണം ഇത്രയും നേരം അവന് പറഞ്ഞു ഓതി കൊടുത്തിട്ട് അവൻ ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവർ കൊട്ടും കുരവിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അത്രയും നേരം ഡെള്ളായിരുന്ന സുനന്ദയുടെ മുഖത്ത് വരെ അപ്പോൾ ഒരു പ്രകാശം വന്നിരുന്നു. ഇപ്പോൾ സുഭാഷ് ഏട്ടൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ താലി കെട്ടാൻ വേണ്ടിയിട്ട് സുഭാഷ് ഏട്ടൻ ഒരുങ്ങിയതാ, പക്ഷെ വീണ്ടും നമ്മുടെ ലളിതയുടെയും ധനശേഖരൻ്റെയും ഒക്കെ ആ വാക്കുകൾ കേട്ടിട്ട് താലി കെട്ടാൻ അയാൾക്ക് സാധിച്ചില്ല. സുനന്ദ നീ പോകണം, നമ്മളിപ്പോൾ കല്യാണം കഴിച്ചാൽ ശരിയാവില്ല, മറ്റുള്ളവരുടെ സങ്കടം കണ്ടിട്ട് നമുക്ക് ജീവിതം തുടങ്ങിയിട്ട് കാര്യമുണ്ടോ, നാളെ ഇതിൻ്റെ പേരിൽ നിൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്താൽ നിനക്ക് എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുമോ, ഇല്ലല്ലോ, ഈ ജന്മത്തിൽ നമുക്ക് വിവാഹം കഴിക്കില്ല എന്ന് നീ വിചാരിച്ചിട്ട് ഇവരുടെ കൂടെ പോകണം, അച്ഛനും അമ്മയും നമുക്ക് നന്മ മാത്രമേ ചെയ്യുള്ളൂ, അത് നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, കുറേയും കൂടി കഴിയുമ്പോൾ നിനക്ക് തോന്നും നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതായിരുന്നു ശരി, അതാണ് നിനക്ക് ഉചിതമായ തീരുമാനം എന്ന് നിനക്ക് തോന്നും, ഇപ്പം നീ ചെയ്യുന്നതോ വിചാരിക്കുന്നതോ ഒന്നുമല്ല ശരി, നമ്മളെ അച്ഛനും അമ്മയും നമുക്കൊന്നും വേണ്ടാത്തത് ചെയ്തു തരില്ല എന്ന് മാത്രം നീ വിചാരിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ നമ്മളെ സുനന്ദയെ ഉപദേശിക്കാൻ തുടങ്ങും. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷും ഹരീഷും ഭാസ്കരനച്ഛനും നിധിയൊക്കെ ഒന്ന് ഞെട്ടിപ്പോകട്ടെ, ഇത് എന്താ, അകത്ത് പോയി കഴിഞ്ഞതിന് ശേഷം സുഭാഷ് ഏട്ടൻ എന്താ സംഭവിച്ചത്, എന്തായാലും സുഭാഷ് ഏട്ടൻ്റെ മനസ്സ് മാറ്റി എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിണ്. അതുകൊണ്ടാണല്ലോ അകത്ത് പോയി വന്നപ്പോഴത്തേന് സുഭാഷ് ഏട്ടൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. സുഭാഷ് ഏട്ടൻ ഉപദേശിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം ഇവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സുനന്ദയാണെങ്കിലും സുഭാഷ് ഏട്ടൻ എന്താ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ എന്തായാലും ഇങ്ങനെ ചെയ്താൽ മതി, ഇത് ശരിയാവില്ല സുനന്ദ, അവർ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിയിട്ട് നമുക്കൊരു ജീവിതം തുടങ്ങിയിട്ട് കാര്യമില്ല, ഇതൊന്നും വേണ്ട, നീ അവരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങളിപ്പോൾ ഇതൊന്നും സംസാരിക്കില്ല, നിങ്ങളിപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കല്ലേ, ഇപ്പം നിങ്ങൾ സുനന്ദേൻ്റെ കഴുത്തിൽ താലി കെട്ടുക, അത് മാത്രം ആലോചിച്ചാൽ മതി, ഇത്രയും ഒരു ചാൻസ് നമുക്കിനി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരനച്ഛനും പറയുന്നുണ്ട്, പൊട്ട നീ കടും പൊട്ടൻ തന്നെയാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ചോദ്യത്തിനിടയിൽ തന്നെ നമ്മളെ സുനന്ദയെ വന്നിട്ട് ലളിത പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. വാ, നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ, കാര്യങ്ങൾ അവന്
തന്നെ മനസ്സിലായി, ഞങ്ങളുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായി. എന്നിട്ടും നിനക്കിത് മനസ്സിലായില്ലേ, ഇനി നീ ഇവിടെ നിൽക്കല്ലേ, നമുക്ക് പോവാം, അവൻ വരെ പറഞ്ഞില്ലേ നിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുനന്ദേൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഞാനിപ്പോൾ പോയാൽ പിന്നെ സുഭാഷ് ഏട്ടന് എന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവസാന നിമിഷം പോലും സുഭാഷ് ഏട്ടന് തീരുമാനത്തിൽ മാറ്റം വരുത്താതെ സുനന്ദ പൊയ്ക്കോട്ടെ എന്നുള്ള ലെവലിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുനന്ദേനെ അച്ഛനും അമ്മയൊക്കെ പിടിച്ചുകൊണ്ട് അവിടുന്ന് പോവുകട്ടോ ചെയ്യുന്നത്. വീട്ടിലെത്തിയിട്ട് സുനന്ദയെ അവർ വീണ്ടും ഉപദേശിക്കുന്നുണ്ട്, കാല് പിടിക്കുന്നുണ്ട്. ധനശേഖരനും ലളിതയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇനി മോളെ ഒന്നും ചെയ്യരുത്, നീ ഇനി പോവരുത്, നിന്റെ ജീവിതം ഇതാണ്, ഇതിൽ നീ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ധനശേഖരൻ കാല് പിടിച്ച് വീഴുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ലളിത പറയുന്നുണ്ട്, അച്ഛനെ വരെ നീ കാല് തൊടിപ്പിച്ചല്ലോ, ഇതിനും വലുത് ഇനി ചെയ്യാനില്ല, ഞങ്ങളെ ഇനി ഇതിലും കൂടുതൽ നിനക്ക് കഷ്ടപ്പെടുത്താനില്ല സുനന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അവളാണെങ്കിൽ വീണ്ടും ആ പഴയ ഒരു ലെവലിലേക്ക് തന്നെ പോവുക കേട്ടോ. റൂമിലിരുന്ന് ഭയങ്കരമായിട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ താലി കെട്ടാൻ വേണ്ടി വന്ന ആ മൊമെൻറ്റും അതുപോലെ തന്നെ അവിടെ വീട്ടിൽ പോയിട്ട് സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ചതും ഒക്കെ ആലോചിച്ചിട്ട് വീണ്ടും കരയാണ്. ഇപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ അവസ്ഥയും സുനന്ദയുടെ അവസ്ഥയും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാട്ടോ. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും സുഭാഷ് ഏട്ടനും ഇനി റൂമിൽ പോയിട്ട് ഇതേ അവസ്ഥ തന്നെ, ഇരുന്ന് കരയിൽ തന്നെയായിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്? സുഭാഷ് ഏട്ടന് സുനന്ദയെ കല്യാണം കഴിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. സുനന്ദ എല്ലാം ഇട്ടെറിഞ്ഞ് വന്നതും അവസാനം വരെ പിടിച്ചു നിന്നതുമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ സുഭാഷ് ഏട്ടൻ ചെയ്തതിന് നമുക്ക് തെറ്റും പറയാൻ പറ്റില്ല. ഇവരുടെ കല്യാണം എങ്ങാനും കഴിഞ്ഞ് നാളെ ലളിതയ്ക്കും ധനശേഖരനും എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ സുനന്ദയ്ക്ക് ഈ ഒരു സന്തോഷമൊന്നും ജീവിതത്തിൽ കിട്ടില്ല. അപ്പം അതും കൂടി സുഭാഷ് ഏട്ടൻ കാണേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു തീരുമാനം പെട്ടെന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചത്. എന്തായാലും ഇനി നാളെ സുനന്ദയുടെ കല്യാണം നടക്കാൻ വേണ്ടി പോവുകയാണ്. കല്യാണവും അതിൻ്റെ മാനസികാവസ്ഥയും അത് തരണം ചെയ്യുന്നതും ഒക്കെ നമുക്ക് കണ്ടറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.